മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശം പഠനം ഈശോ നിയമജ്ഞൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമുക്കറിയാം, ഒരു നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ നിയമങ്ങളെക്കുറിച്ചെല്ലാം അറിവുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോ ഉത്തരം പറയാൻ പോകുന്നതൊക്കെന്ന് കൃത്യമായ നിയമ സംഹിതകളിൽ നിന്നും കേട്ടതും പഠിച്ചതുമായ എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ ഒരു നിയമജ്ഞനാണ് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? അത് ഈശോ പറഞ്ഞ മറുപടി നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിയമജ്ഞന് വേണ്ടി മാത്രമുള്ളതല്ല. അത് ലോകം മുഴുവനും വേണ്ടി ക്രിസ്തുവിൻ്റെ അനുയായികളായ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഉത്തരമാണ് ഈശോ പറഞ്ഞത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, മനസ്സോടെ, ശക്തിയോടെ, ആത്മാവോടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക. ഒരുവൻ്റെ ഹൃദയമുണ്ട്, ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്, വേറൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ ഫാക്കൽറ്റിയിൽ നിന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു മനുഷ്യൻ എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത് പറഞ്ഞ് സഹോദരങ്ങളെ സ്നേഹിക്കുക. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ കൽപ്പനയാണ്, ഏറ്റവും ബുദ്ധിമുട്ടേറിയ കൽപ്പന എന്ന് വേണം പറയാൻ, പാലിക്കാൻ. അതുകൊണ്ടാണ് നിയമജ്ഞനോട് കർത്താവ് പറഞ്ഞത്, നിനക്കെല്ലാം അറിയാം, അതുകൊണ്ടെന്താ നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. ദൈവരാജ്യത്തിലാണെന്ന് പറഞ്ഞില്ല, ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ലെന്നാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, മറിച്ച് അത് ജീവിക്കാൻ നമ്മൾ ആരംഭിക്കുന്നിടത്താണ് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദൈവം സംവിധാനം ചെയ്ത സ്നേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതേക്കുറിച്ച് അറിവ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്നുള്ള അറിവ് മാത്രം പോരാ, അത് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നിടത്താണ് ദൈവരാജ്യത്തിൽ ഒരുവൻ പ്രവേശിക്കുക. നമ്മുടെയൊക്കെ പ്രശ്നം, നമുക്ക് ഇതേക്കുറിച്ചൊക്കെ കൃത്യമായ അറിവുണ്ട്, ധാരണയുണ്ട്. ദൈവം നമ്മളെങ്ങനെയാണ് സ്നേഹിച്ചത്. കുരിശോളം പിതാവായ ദൈവം പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. ഇതാർക്കും അറിയാൻ പാടില്ലാത്ത, നമുക്കെല്ലാവർക്കും അറിയാം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നതാണ്, അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന്. എന്ത്? സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് നമുക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടി പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. അപ്പോൾ ഇത് നമുക്കറിയാം. ഇനി സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണെന്നും ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഉചിതമല്ല എന്ന് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇതും നമുക്കറിയാം. ഇനി സ്വർഗത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹിക്കുന്നവൻ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഇത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആദ്യ വായനയിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, എന്ത് കഷ്ടപ്പാട് സഹിച്ചും വചനം പാലിക്കാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുക. വചനത്തിന് വിലങ്ങ് വെക്കേണ്ടി, എനിക്ക് വിലങ്ങ് വെക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കഷ്ടപ്പാടും സഹിച്ചും വേദനകൾ സഹിച്ചും ദുരിതങ്ങൾ സഹിച്ചും ഞാൻ വചനം പാലിക്കുകയാണെന്ന് പറഞ്ഞാൽ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിൽ സ്നേഹം പരിശീലിക്കുന്നിടത്താണ് സ്നേഹത്തിൽ വളരുക. എല്ലാം സുന്ദരമായിരിക്കുമ്പോൾ, എല്ലാം കംഫർട്ടബിൾ ആയിരിക്കുമ്പോൾ സ്നേഹിക്കുന്നിടത്ത് സ്നേഹത്തിന് വളർച്ചയില്ല. പ്രതികൂല അനുഭവങ്ങളിലും പ്രതിസന്ധി അനുഭവങ്ങളിലും നാം ദൈവത്തെ ചേർത്ത് പിടിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ദൈവസ്നേഹത്തിൽ ഒരുവൻ വളരുക. അതോടൊപ്പം തന്നെ സഹോദരങ്ങളിൽ നിന്നുണ്ടാകുന്ന വേദനകളിലും ബുദ്ധിമുട്ടുകളിലും സഹനങ്ങളിലൊക്കെ തിരിച്ച് സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ളൊരു പരിശ്രമത്തിലാണ് സഹോദര സ്നേഹത്തിൽ വളരുക. ഏത് സ്നേഹം? ഈശോ പറഞ്ഞ സ്നേഹത്തിൽ. ലോകം പറഞ്ഞതോ ലോകം കാണിച്ചു തരുന്ന സ്നേഹത്തെക്കുറിച്ചല്ല, മറിച്ച് സുവിശേഷം വെളിപ്പെടുത്തിയ പരിശുദ്ധമായ നിത്യസ്നേഹത്തിൽ വളരാൻ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും, വേദനകൾ സഹിക്കേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഞെരുക്കങ്ങൾ ഉണ്ടാകും. നമ്മുടെ വൈകാരികതയ്ക്കും നമ്മുടെ മനസ്സിനെ പീഡിപ്പിക്കുന്നതും ജീവിതത്തെ അലട്ടുന്നതുമായ പ്രതിസന്ധികളുടെ നടുവിലും സ്നേഹം പരിശീലിക്കുന്നിടത്താണ്, പരിശുദ്ധമായ സ്നേഹം പരിശീലിക്കുന്നിടത്താണ് സ്നേഹത്തിൽ നമ്മൾ വളരുക. അങ്ങനെ സ്നേഹത്തിൽ വളർന്നാൽ മാത്രമേ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തു സംവിധാനം ചെയ്ത സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്നേഹത്തിൽ വളരാനുള്ള അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. സ്നേഹത്തിൽ വളരാൻ നമ്മൾ എന്ത് കഷ്ടപ്പാടുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് വളരാൻ നമ്മൾ ഓരോ കഷ്ടപ്പാടെടുക്കുന്നുണ്ട്. ഇൻ്റലക്ച്വലി വളരാൻ എത്രമാത്രം അധ്വാനിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ. ഈ കാലഘട്ടങ്ങളിലൊക്കെ, ഈ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമായിരുന്നു നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെന്നുള്ളത്.
10-25 ലക്ഷം വരുന്ന കുഞ്ഞുങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് രാവും പകലും ഇല്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ അധ്വാനിച്ചിട്ട് അവരുടെ അധ്വാനം പ്രതാപലായി എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം എന്തോരുണ്ട് അല്ലെ? അതിനെതിരെയാണ് ക്രോക്രോച്ച് ജനത അല്ലെ പാർട്ടികളുടെ പാർട്ടിയൊക്കെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം അത്രയും സഹനത്തിൻ്റെ നടുവിലും കുഞ്ഞുങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, അധ്വാനിക്കാൻ മനസ്സെടുക്കുന്നു. അങ്ങനെയെങ്കിൽ എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് നാം സ്നേഹിക്കാനുള്ള അധ്വാനം നടത്തുന്നത്? നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, അയൽവാസികളെ, നമ്മളെ വേദനിപ്പിച്ചവരെയൊക്കെ സ്നേഹിക്കാൻ എന്ത് അധ്വാനമാണ് നമ്മൾ എടുക്കുന്നത്? എന്ത് കഷ്ടപ്പാടാണ് നമ്മൾ എടുക്കുന്നത്? ബാക്കി എല്ലാ മേഖലകളിലും നമ്മൾ ബോധപൂർവം കഷ്ടപ്പാടുകൾ എടുക്കാനും അതിൽ വളരാനും അതിൽ ഉന്നതി പ്രാപിക്കാനൊക്കെ നമ്മൾ റെഡിയാണ്. സ്നേഹത്തിൽ വളരാൻ എന്ത് കഷ്ടപ്പാടാണ് നമ്മൾ എടുക്കുന്നത്? എന്ത് അധ്വാനമാണ് നാം എടുക്കുന്നത്? ആ അധ്വാനത്തിലും ആ കഷ്ടപ്പാടിലുമാണ് നമുക്ക് സ്നേഹത്തിൻ്റെ വളർച്ച. അതാണ് പൗലോസ് പറയുന്നത്, എന്ത് കഷ്ടപ്പാട് സഹിച്ചും എന്ത് ദുരിതം സഹിച്ചും ഞാൻ വചനത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയാണ്. വചനം പാലിക്കണം, വചനത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കേട്ടോ. കാരണം എന്താ? വചനം ഒരിക്കലും പരാജയപ്പെടില്ല. ഒരിക്കലും പരാജയപ്പെടാത്ത കർത്താവിൻ്റെ വചനത്തിൽ വളരാനും ഒരിക്കലും നിലയ്ക്കാത്ത കർത്താവിൻ്റെ സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടാനും അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ തക്ക വിധത്തിൽ ഈ സ്നേഹത്തിൽ വളരാനുള്ള കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള ഒരു തീരുമാനമാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. കാരണം നമ്മെ സ്നേഹിച്ചതിനെ പ്രതി സ്വന്തം പുത്രനെ നമുക്കായി കാൽവരിയിൽ ബലിയായി നൽകിയ സ്നേഹമാണ് നമ്മെ നിർബന്ധിക്കുന്നത്. ഈ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൽ വളരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.